ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. വരുണിനെയും രാധികയും ജയിലിലാക്കിയെന്നുള്ള സന്തോഷിച്ചിങ്ങനെ ഇരിക്കുവാണ് സാറയും ചന്ദ്രശേഖരനും. ദാണ്ടെ കണിമംഗലം മുറ്റത്തോട്ട് പോലീസ് ജീപ്പും കുറെ പോലീസുകാരും കുറെ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. കൂടെ നമ്മുടെ വരുണും രാധികയുണ്ട്. നമ്മുടെ ACP സാർ വരുണോടും രാധികയോടും പറയുന്നു, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞാണ്ട് അകത്തോട്ട് കയറി പോവാണ്. ACP സാറിനെ കണ്ടതും ചന്ദ്രശേഖരനും സാറയും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ACP സാറ് പറയാം, ഐ ആം സോറി സാറേ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്ന. അത് കേട്ട് ചന്ദ്രശേഖരനും സാറേ അങ്ങ് ഞെട്ടി. നമ്മുടെ പരമേശ്വരനും പത്മിനിയും അവിടെ നിൽക്കുന്നുണ്ട്. സാറ ACPയോട് ചോദിക്കുക, അറസ്റ്റോ? വാട്ട് യു മീൻ? നാണ്ട നമ്മുടെ വരുണൻ രാധിക അകത്തോട്ട് വരിക. രാധിക പറയാ, ഈ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ മേഡത്തിന് മനസ്സിലാകത്തില്ലല്ലേ? ഞങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആറ്റുവാശ്ശേരി സദ്യയിലെ നിങ്ങൾ വിഷം കലർത്തിയനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്. ദൈവമേ, പണി പാളിയോ? അങ്ങനെ ചന്ദ്രശേഖരനും സാറയും പരസ്പരം ഇങ്ങനെ നോക്കുവാണ്. നമ്മുടെ പരമേശ്വരനും പത്മിനിക്ക് അപ്പോഴാണ് ഒരു ശ്വാസം നേരെ വീണത്. വരുൺ പറയാ, ഇത്രയും വലിയൊരു ചതി നിങ്ങൾ തന്നപ്പോഴേ അതിനൊരു പ്രതിഫലം തന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഒരു കളിയാക്കലോടെ സാറ പറയുക, ഞാൻ മുന്നേ കേട്ടിരുന്നു രാധികയ്ക്കും വരുണും ACP സാറ് കളിക്കൂട്ടുകാരനാണെന്ന്. ഇവരുടെ മാനം നഷ്ടപ്പെട്ടു പോയെന്നറിഞ്ഞപ്പോൾ സാർ ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നതാണോ? അല്ല സാറേ, ഇവരുടെ ആറ്റുവാശ്ശേരി സദ്യയിൽ ഞാനാണ് വിഷം കലർത്തിയതെന്ന്, അതോ ഇനി ഞാനാണ് ചെയ്യിച്ചതെന്നോ എന്തെങ്കിലും ഒരു തെളിവ് സാറിന്റെ പക്കലുണ്ടോ? കാര്യഗൗരവം അറിയാതെയാണ് സാറ നിന്ന് നെകളിക്കുന്നത്. ഉടനെ ചന്ദ്രശേഖരൻ പറയണം, സാറേ, സാറയ്ക്കെതിരെ അങ്ങനെ ഒരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ സാറ് ധൈര്യമായിട്ട് പറഞ്ഞോ. ഉടനെ നമ്മുടെ ACP സാർ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. അങ്ങനെ അവരെയും വിളിച്ചോണ്ട് പുറത്തോട്ട് വരുവാൻ. കൂടെ നമ്മുടെ പരമേശ്വരനും പത്മിനിയും വരുന്നുണ്ട്. അങ്ങനെ സാറയും ചന്ദ്രശേഖരനോടെ പുറത്തോട്ട് വന്നപ്പോൾ ദാണ്ട നിൽക്കുന്ന മുന്നിൽ നമ്മുടെ ചന്ദ്രിക. പോരാത്തതിന് ജോൺസണും ഭാര്യയും ദാണ്ട ആ കുഞ്ഞും. എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ സാറയ്ക്ക് മനസ്സിലായി പണി പാളി. ACP സാർ ചോദിക്കുക, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ തെളിവുകളൊക്കെ കണ്ടപ്പോഴേ ഏകദേശ രൂപം കിട്ടിക്കാണുമല്ലോ സാറയ്ക്ക്. പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് സാറ് ആർക്കോ ഫോൺ ചെയ്യാൻ നോക്കുക. നമ്മുടെ ACP സാർ ആ ഫോണിങ് പിടിച്ചു വാങ്ങിച്ചു. അറസ്റ്റ് നടപടികൾ തീരുന്നത് വരെ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ അവകാശമില്ല. അങ്ങനെ നട ചക്കിയും ചങ്കരനും പരിങ്ങലിലായി. വരുണൻ രാധികയും അപമാനഭാരത്താൽ ഏതെങ്കിലും മാവുമരത്തിന്റെ ശിഖരത്തിൽ തൂങ്ങി ആടു എന്നൊക്കെ പറഞ്ഞ് മീൻ പഠിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരും ഇപ്പോഴെന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിറച്ചു നിൽക്കുക. ജോൺസണോട് ACP സാർ പറയുന്നു, നിങ്ങൾ പറയൂ, എന്താണ് സംഭവിച്ചത്? സാറേ, ഞങ്ങളെ ഈ സാറാ മേഡത്തിന്റെ അകന്ന ഒരു ബന്ധുവാ. ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ചകളൊന്നുമില്ല. അങ്ങനെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മോൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് എല്ലാ ചെലവുകളും അവർ വഹിച്ചോളാം, സദ്യയുടെ ചെലവുകൾ എല്ലാം ഞാൻ തന്നെ വഹിച്ചോളാം എന്നും പറഞ്ഞ് അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. സിസിലി പറയാ, ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ സാറേ, മോൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് വീണുപോയതാ. അപ്പോൾ നമ്മുടെ ചന്ദ്രിക പറയാ, ആറ്റുവാശ്ശേരി സദ്യയിൽ വിഷം കലർത്തിയത് ഞാന്. ചന്ദ്രിക അത്രയും പറഞ്ഞപ്പോഴേ തന്നെ സാറ വായും പൊളച്ചുകൊണ്ട് ചന്ദ്രശേഖരനെ നോക്കുക. പണി കിട്ടിയത് പാൽപ്പായസത്തിലല്ല, പാലും വെള്ളത്തിലാണല്ലോ. എൻ്റെ കയ്യിൽ വിഷക്കുപ്പി തന്നതും എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതും ഈ നിൽക്കുന്ന സാറയെ. നല്ല ധൈര്യത്തോടെയാണ് ചന്ദ്രിക പറയുന്നത്. ആദ്യമൊക്കെ പണത്തിന് വേണ്ടി കാല് മാറിയെങ്കിലും ഇപ്പോൾ ചന്ദ്രികയ്ക്ക് കുറ്റബോധം തോന്നി. ചന്ദ്രികയുള്ള സത്യമെല്ലാം വിളിച്ചു പറയുക. സാറ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രിക കൂറുമാറുമെന്ന്. എടീ എന്നിങ്ങനെ അലറുവാണ് ചന്ദ്രികയെ നോക്കിയിട്ട്. ചമ്മി വെളറി വെളുത്ത് നിൽക്കുന്ന ചന്ദ്രശേഖരനെ നോക്കിയിട്ട് നമ്മുടെ ACP സാർ, മിസ്റ്റർ ചന്ദ്രശേഖരൻ, ഇനി വേറെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് വേണോ? എന്തു പറയുന്നത് സാറേ, എന്നോടൊപ്പം പോലീസ് സ്റ്റേഷനോട് വരാനേ ഇത് മതിയായ കാരണമാണല്ലോ. നമ്മുടെ സാറമ്മയുടെ കിളി പോയെങ്കിലും വിട്ടുകൊടുക്കാൻ വയ്യ. ദിസ് ഈസ് ചീറ്റിംഗ്. ഇത് നിങ്ങളുടെ ഫോഴ്സ് കൊണ്ട് ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. ദേഷ്യത്തോടെ നമ്മുടെ ACP പറയാം, കുറ്റവാളിയായ ഒരാൾ ന്യായം പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അതാണ്ട് കൂടുതൽ അഭ്യാസം നീ ഇവിടെ കിടന്ന് കളിച്ചാലേ നിന്റെ ഈ രൂപവും ഭാവവും ഒക്കെ ചവിട്ടി ഓടിച്ച് നിന്റെ ഈ കോലം തന്നെ മാറ്റി ഞാൻ കേട്ടോടി. ഇനിയും വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സാറാമ്മയ്ക്ക് കിട്ടും അടിയെന്ന് മനസ്സിലായി. സാറാമ്മ അങ്ങ് മിണ്ടുന്നില്ല. ഉണ്ടക്കണ്ണം മുളച്ചിങ്ങനെ വളിച്ച് പൊളിച്ച് നിൽക്കുന്ന ചന്ദ്രശേഖരനോട് ACP സാർ പറയാ, സാറയുടെ കെയർടേക്കറായ ചന്ദ്രശേഖരനും കൂടെ ഞങ്ങളോടൊപ്പം ഇങ്ങ് പോരെ. ചവിട്ടേറ്റ പാമ്പാണ് സാറാമ്മ. അവൾ രാധികയെ നോക്കിയിട്ട് പറയുക, രാധികയെ, നീ ഇപ്പോൾ ജയിച്ച്, പക്ഷേ ഈ സാറ തിരിച്ചു വരും. നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ യുദ്ധം അങ്ങനെയാണ് ആരംഭിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു തീർന്നില്ല. സാറയുടെ കരണക്കുറ്റിക്ക് ഒരു അടി വീഴുന്നുണ്ട്. അടിച്ചതാരാണെന്ന് അറിയണ്ടേ? നമ്മുടെ സിസിലി. കുറ്റം ചെയ്ത് നീ ഞങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് നീ ഇപ്പോഴും ശൗര്യം കാണിക്കുന്നോടി. ഒരേ ഒരു മകനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതല്ലേ അവള്. സിസിലിക്ക് അത് സഹിക്കാൻ പറ്റുമോ? കൊണ്ടുപോ സാറേ ഇവളെ.
പിടിച്ച് കയറ്റി രണ്ടിനെയും വണ്ടിയിലോട്ട്. അപ്പോഴൊരു പോലീസുകാരനും വന്ന് ആ രണ്ട് മഹത് വ്യക്തികളെയും പിടിച്ച് ആ പോലീസ് ജീപ്പിൽ കയറ്റുന്നുണ്ട്. നന്ദിയുണ്ട് സാറേ, ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് സിസിലിയും കൂടെ ചന്ദ്രിയെ അവർ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ACP പറയുക, വരും തവണത്തെ നമ്മുടെ കണക്കൂട്ടലുകൾ പിഴച്ചില്ല, പ്രതികൾ എല്ലാവരും അറസ്റ്റിലാവും. ചന്ദ്രിക പോകാനൊരുങ്ങുമ്പോൾ ACP പറയുന്നുണ്ട്, നിങ്ങൾ കാണിച്ചത് നല്ല ഒരു മാതൃകയാണ്. തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താനും പ്രായശ്ചിത്തം ചെയ്യാനും കഴിവുണ്ടാവുമ്പോഴാണ് ഒരാൾ വളരുന്നത്. പരമേശ്വരൻ മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ രാധിക പറയാം, അച്ഛാ തോറ്റു പോയിട്ടില്ല അച്ഛാ, നമ്മള് അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെയുണ്ട്. അതിന്റെ തെളിവാണ് ഇപ്പൊ കണ്ടത്. മോളെ നീ ഒരുപാട് സൂക്ഷിക്കണം. ചെകുത്താന്മാരവർ രണ്ടും. അവർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും. ഈ സമയം ബെഞ്ചമിനെ ഊർമിള വിളിക്കുന്നുണ്ട്. ബെഞ്ചമിൻ, ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാ. എന്ത് പരീക്ഷണോ ഊർമിള? നിങ്ങളുടെ പേഷ്യൻ്റ് ഉണ്ടല്ലോ, ദ ഗ്രേറ്റ് സിംഗർ ശ്യാമയ്ക്ക് അവരുടെ ഓർമ്മ പരിപൂർണമായി അവസാനിച്ചോ എന്നുള്ള ഒരു ടെസ്റ്റ്. അതെന്താണെന്ന് പറയ ഊർമിളെ. ആദ്യം അത് വിജയിക്കോ ഇല്ലയോ എന്ന് അറിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറിനകം ഞാൻ ബെഞ്ചമിനെ തിരിച്ചു വിളിക്കാം. കുറച്ച് പണം കൊടുത്താൽ എന്ത് ക്രൂരത ചെയ്യാനും മടിക്കാത്ത ആൾക്കാരുണ്ടല്ലോ. ലോകം അറിയുകയും ആരാധിക്കപ്പെടുന്ന ഒരു പ്രശസ്ത ഗായികയാണ് ശ്യാമ. എന്നിട്ടും അത് മനസ്സിലാക്കിയിട്ട് പോലും ഈ ക്രൂരതയ്ക്ക് ഈ ഊർമിള കൂട്ടുനിൽക്കുന്നല്ലോ. ശ്യാമ അകലെ എവിടെയോ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. ഇതാ ഊർമിള ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അവൾ എന്നിട്ട് ചെന്ന് അവിടെ ടേപ്പ് റെക്കോർഡിൽ ഒരു പാട്ടിടുന്നുണ്ട്. എന്നിട്ട് ശ്യാമയെ എത്തി നോക്കുക, ശ്യാമയിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ എന്നറിയാൻ. ആ പാട്ടങ്ങനെ ശ്യാമയുടെ കാതിൽ കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നിയിട്ട് ആ പാട്ട് എവിടെയാ കേൾക്കുന്നതെന്നറിയാനായിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് കണ്ടോണ്ട് ഊർമിളയെ അടുത്ത് ചെല്ലുക. അപ്പം ശ്യാമ പറയുക, നല്ല പാട്ട്, ഇതാരാ പാടിയതെന്നൊന്ന് പറയാവോ? അത് കേട്ടത് ഊർമിളയ്ക്ക് വലിയ സന്തോഷമായി. ശ്യാമയുടെ പഴയ ഓർമ്മകളെല്ലാം പോയി. ഇനി ഇവൾ ഏഞ്ചൽ മേരി തന്നെ. ആറ്റുവാശ്ശേരിയിൽ ജയഭാരതി മുത്തശ്ശിയും വരുണും രാധികയും എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ യശോദ പറയാ, കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ അഹങ്കരിക്കാവോ? അവർ ചന്ദ്രശേഖരനെ സഹായിക്കുവോ, ചന്ദ്രശേഖരന്റെ കൂടെ നിൽക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നമ്മളെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അത് ഒന്നും അറിയാത്ത ആളുകളെ കൊല്ലാൻ നോക്കിയിട്ട്. ആ ഭക്ഷണം കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിലോ? ഇത് പിന്നെ ഇവിടം കാണാൻ നിൽക്കുമായിരുന്നോ? എന്തായാലും സത്യം തെളിഞ്ഞല്ലോ അമ്മ. ഇനി അവർ കോടതിയിൽ തെളിയിക്കട്ടെ. അവർക്കെതിരെയുള്ള പരാതിയൊന്നും നിസ്സാരമല്ല. ജോൺസന്റെ കുടുംബം, പിന്നെ ചന്ദ്രിക, അന്നത്തെ ഫുഡ് പോയ്സൺ ബാധിച്ച ഓരോ കുഞ്ഞുങ്ങളുടെയും വീട്ടിൽ നിന്നും. ഇനി അതൊക്കെ മറികടന്ന് പെട്ടെന്ന് സാറയിലേക്ക് എത്താൻ ആർക്കും പറ്റില്ല. വരുൺ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. രാധിക ചോദിക്കുക, എന്തുവാ മുത്തശ്ശി ഇത്ര ആലോചിക്കുന്നത്? കുറെ നേരം ആയല്ലോ. ആലോചിക്കാനുണ്ട് മക്കളെ. സാറ എന്തിനാ നിങ്ങളുടെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? എന്ത് സംശയം അമ്മേ? ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടാ. അതല്ലേ യശോദേ, അതിനൊക്കെ അപ്പുറത്ത് എന്തോ ഒന്നുണ്ട്. കണിമംഗലത്തേക്കുള്ള സാറയുടെ ആദ്യത്തെ വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതാ. സാറ പറയുന്ന ഓരോ വാക്കും അളന്നു കുറിച്ച് എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെയാ. കണിമംഗലം ജപ്തിയാകുന്നു, ചന്ദ്രശേഖരന്റെ കൂട്ടുകാരി വരുന്നു, സഹായിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു സാറ കണിമംഗലത്തെത്താൻ കുറെ നാൾ മുമ്പേ തീരുമാനിച്ചിരിക്കുന്നതാണെന്ന്. വരുൺ ചോദിക്കുക, മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെ കണിമംഗലത്തോട്ട് അവർ വന്നു കയറാൻ അവരാരാ നമ്മുടെ? മോനെ, നീ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അവളുടെ മുഖം എനിക്ക് പരിചിതമാണ്. അങ്ങനെ ആരെ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ മനസ്സിന്റെ മറവിൽ എവിടെയോ അത് കിടക്കുന്നുണ്ട്. രാധിക പറയുക, മുത്തശ്ശി ഇങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് ആവശ്യമില്ലാത്ത കഥകളുടെ പുറകെ പോണോ? സാറ ആരാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ട ശത്രുക്കളെ പോലെ അല്ല സാറ. ചന്ദ്രശേഖരനേക്കാളും ബെഞ്ചമിനേക്കാളും കൊടും വിഷമുള്ളവളാ. അവൾ ഒരു കാരണവശാലും അടങ്ങില്ല. മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് കേട്ടണ്ട അമ്മ പേടിച്ചു പോയി. നീ എന്തിനാ യശോദ ഇങ്ങനെ പേടിക്കുന്നേ? അതൊക്കെ നോക്കാനുള്ള പ്രാപ്തിയൊക്കെ നമ്മുടെ മക്കൾക്കില്ലേ? പിന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ അവരോട് പറഞ്ഞേ പറ്റൂ. അത് അവരുടെ നന്മയ്ക്കല്ലേ, ദൈവം കാക്കട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശി അകത്ത് പോയി. വരുൺ, മുത്തശ്ശി സംസാരിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സാധാരണയായി മുത്തശ്ശി ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കാറില്ല. പക്ഷേ ഉള്ളിലൊരു പേടി തട്ടിയതുപോലെയാണ് സംസാരിച്ചത്. താനത് ശ്രദ്ധിച്ചില്ലേ? നീ മുത്തശ്ശി പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആണോ കണിമംഗലത്തുമായിട്ട്? നമ്മൾ വിചാരിച്ചാൽ എന്തായാലും കണ്ടെത്താൻ പറ്റില്ല. ഇനി എന്തായാലും വരുന്നത് പോലെ വരട്ടെ. ഈ സമയത്ത് ആശ്രമത്തിലെ അന്തേവാസികളെ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്നിരിക്കുവാണ്. കുറെ കുട്ടികളൊക്കെ ബോൾ തട്ടി കളിക്കുന്നുണ്ട്. നമ്മുടെ ശ്യാമ ആരോടും മിണ്ടാതെ ഒരു ഭാഗത്ത് തനിച്ചിരിക്കുക. ഒരമ്മ അത് കണ്ടിട്ട് മറ്റുള്ളവരോട് ചോദിക്കുന്നു, ഇവരാരോടെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റൊരമ്മ പറയുന്നത്, ഞാൻ പേര് ചോദിച്ചപ്പോൾ ഏഞ്ചൽ മേരി എന്നാ പറഞ്ഞ്. പിന്നെയും ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു മറുപടിയും ഇല്ല. ഏതോ വലിയ കുടുംബത്തിലെ കൊണ്ടുവന്നത് വലിയ കക്ഷികളാ.
അത് നീ എങ്ങനെയാ അറിഞ്ഞത്? കൊണ്ടുവന്നാക്കിയത് പാതിരാത്രിക്കല്ലേ? ഊർമിള മേഡം ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇതൊക്കെയാ ഊർമിള അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ അവള് ദേഷ്യത്തോടെ ചോദിക്കുക, ആരാണ് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഒളിച്ചതെന്ന് കേട്ടത്? നിങ്ങളാണോ? എന്നു മുതലാ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ തുടങ്ങിയത്? എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, ഞാൻ ഒന്നും കേട്ടില്ല. ഇവരൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ കാരണമേ നിത്യേനെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാ. എന്തോ ഒരു വാണിംഗ് പോലാണ് ഊർമിള അവരോട് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ ഉള്ളവർ നിങ്ങളെ സ്നേഹിച്ചാലും ശരി വെറുത്താലും ശരി ശിക്ഷിച്ചാലും ശരി നിങ്ങളെ കൊണ്ടുവന്നാക്കിയവർ ഞങ്ങളോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടെല്ലാം സൂക്ഷിച്ച് നടന്നോണം. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കള്ളി കുണുങ്ങി അങ്ങ് പോകുന്നുണ്ട്. ആ അമ്മമാരിൽ ഒരാൾ പറയാ, എന്തിനാ ഊർമിളയെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞത്? ഇതിനവരെന്താ തരണ്ടേന്ന് വെച്ചാൽ തന്നോളും. ഇതൊന്നും കണ്ടിട്ട് പോകുന്ന നമ്മുടെ ശ്യാമയ്ക്ക് ഒരനക്കവുമില്ല. വേണ്ട, കുട്ടികൾ ബോൾ തട്ടിയപ്പോൾ ബോൾ അങ്ങ് തണ്ട വെള്ളത്തിൽ പോയി. ഒരു മോൻ പറയുന്നുണ്ട്, ഞാൻ ചാടിയെടുക്കട്ടെ. അയ്യോ വേണ്ട കുട്ടേട്ടാ, ഊർമിളാദേവി കണ്ടാലേ പിന്നെ വഴക്ക അടിയും കിട്ടും. പിന്നെ നമ്മളിത് എങ്ങനെ എടുക്കും മീനാക്ഷി? ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ ആ മീനാക്ഷി മോള് ഒരു വടിയെടുത്തുകൊണ്ട് ആ ബോളയിൽ ഇങ്ങനെ തള്ളുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആ ബോൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി ആ കുളത്തിൽ വീഴുമെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ശ്യാമ ഒരു പക്ഷേ കണ്ടേക്കും. ശ്യാമ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആ കുളത്തിലോട്ട് എടുത്ത് ചാടിയേക്കാം. അങ്ങനെ എന്തെങ്കിലും ശ്യാമയിലൊരു മാറ്റവും ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷയോടെ നാളത്തെ റിവ്യൂ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.